കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പാർലമെന്റിൽ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ CJP-യുടെ പ്രക്ഷോഭം തുടങ്ങിയ സമയം മുതൽ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അപ്പോൾ BJP ഹാൻഡിലുകൾ പറയുന്നത് എന്താണ്? അദ്ദേഹം ഇപ്പോൾ വരും, അദ്ദേഹം വരുമ്പോൾ പിന്നെ ആർക്കും വാ തുറക്കാൻ ഉണ്ടാകില്ല, എല്ലാത്തിനുള്ള മറുപടി ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. മറ്റൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പിടിപ്പത് പണിയുണ്ട്. അദ്ദേഹം പാർലമെന്റിൽ ഉണ്ടായിരുന്നു, ഓഫീസിൽ ഉണ്ടായിരുന്നു, പക്ഷെ അകത്തേക്ക് സഭയിലേക്ക് വന്നില്ല എന്നുള്ളതാണ്. കാര്യം വളരെ പ്രസക്തമായതാണ്. അമിത് ഷാ പാർലമെന്റിലേക്ക് വരുന്നു. ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കോ സംഭവിക്കുക, അതോ അദ്ദേഹം ഒരു മുഖംമൂടി അണിഞ്ഞിട്ടായിരിക്കോ വരിക? ഇനി ഏതാണ്ട് 2-3 ദിവസവും കൂടി പാർലമെന്റ് ഉള്ളൂ. കഴിഞ്ഞ 20-ാം തീയതി മുതൽ തുടങ്ങിയ പാർലമെന്റ് ആണ്. അപ്പൊ ഈ ലാസ്റ്റത്തെ മിനിറ്റിലെങ്കിലും വന്ന് ഒരു ചെറിയ അഭ്യാസ പ്രകടനം ഇറക്കിയിട്ട് പോകാനുള്ള ശ്രമമാണ് പുള്ളി നടത്തുന്നത്. ആ ശ്രമം നടത്തുന്നതിന്റെ പിന്നിൽ വലിയൊരു കാര്യം കൂടിയുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഇപ്പോ അമിത്ഷാ പാർലമെന്റിലെത്തി ഈ പാർലമെന്റിൽ വന്നിട്ടുള്ള വിമർശനങ്ങളെ കുറിച്ച്, പ്രത്യേകിച്ചും CJP പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തിനാണ് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത്, എന്തിനാണ് ഡൽഹി പോലീസ് ഇത്തരത്തിൽ മൃഗീയമായി പെരുമാറിയത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രസ്താവന നടത്തണമെന്നുള്ളതേ ആവശ്യമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് അമിത്ഷാ രാജിവെക്കണോടുകൂടി പറയാൻ തുടങ്ങി. അതാണ് അമിത്ഷാ ഇപ്പൊ വന്നേക്കാന്ന് വിചാരിച്ചത്. കൂടാതെ രാജ്യസഭയിലെ നമ്മുടെ രാധാകൃഷ്ണനൊക്കെ തന്നെ, CP രാധാകൃഷ്ണനൊക്കെ തന്നെ അമിത്ഷാ എന്തെടുക്കണേണ്, പുള്ളി വന്നേ തീരൂ എന്നുള്ളത് പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് ഇനി വരാതെ വേറെ നിവർത്തിയില്ല. കാരണം ഇനിയും വന്നില്ലെങ്കിൽ ഇത് ഭയങ്കരമായ ഒളിച്ചോട്ടമായി ഇത് രാജ്യം മുഴുവൻ വ്യാഖ്യാനിക്കപ്പെടും. ഇനി വന്നാൽ വലിയൊരു പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് പുള്ളി ഒഴിഞ്ഞു മാറി കിടക്കണം. പുള്ളി വരെ പാർലമെന്റ് കോംപ്ലക്സിലുള്ള ഓഫീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും പാർലമെന്റ് അകത്തേക്ക് എത്തിപ്പോലും നോക്കുന്നില്ല. കാരണം അത് ജനാധിപത്യത്തെ അവഹേളിക്കലാണ്. കാരണം ഇന്ത്യൻ പാർലമെന്റിനോട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനങ്ങളോട് സംസാരിക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ അതിനൊന്നും അവർ പണ്ടേ തയ്യാറല്ല. പക്ഷെ ഇപ്പൊ അവർക്ക് നിവൃത്തി കിട്ടിയിട്ടാണ് തയ്യാറാവുന്നത്. ഇനി വരുമ്പോ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താ വെച്ചാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര ചോദ്യമാണ്. അത് ഈ മറ്റേ നിങ്ങൾ ഉത്തരവ് കൊടുത്തിട്ടാണോ ഇത് പോലീസ് ചെയ്തത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. എന്ത് മറുപടി പറയും? ആലോചിച്ച് നോക്കിയിട്ട. ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അപ്പൊ പ്രസിഡന്റ് ചോദിക്കുകയാണ്, നിങ്ങൾ ഉത്തരവ് കൊടുത്തിട്ടാണോ ഈ മറ്റേ ആണി നിറച്ച വടികൾ കൊണ്ടിട്ടും അതുപോലെ പെല്ലറ്റ് ഗണ്ണുകളൊക്കെ ഉപയോഗിച്ചും ഈ പറയുന്ന സമരക്കാരോട് മോശമായിട്ട് പെരുമാറിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന രണ്ട് മറുപടികൾ എന്താണ്? ഒന്നില്ലെങ്കിൽ ഞാൻ ഉത്തരവ് കൊടുത്തിട്ടില്ലെന്ന് പറയാം, സ്വാഭാവികമായിട്ടും അല്ലെ? അല്ലെങ്കിൽ ഞാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ടായിരുന്നു പറയാം. ഇത് രണ്ടു പറഞ്ഞാലും പ്രശ്നമാണ്. അതായത് നമ്മൾ പണ്ട് മറ്റേ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുമ്പോ വലതുകാലം വെച്ച് കയറിയ അടി കിട്ടും, ജനതാലം വെച്ച് കയറിയ അത് ശരി നശിപ്പിക്കാനുള്ള, വലതുകാലം വെച്ച് കയറിയ അത് ശരി നീ ഇവിടെ ഉണ്ടുറങ്ങി താമസിക്കാനുള്ള വന്നെന്ന് ജയിലിലേക്ക് കയറുമ്പോൾ ഇടിയിട്ടു എന്ന് പറയില്ലേ? അതുപോലത്തെ ഒരു അവസ്ഥയിലാണ്. കാരണം എന്ത് ഞാൻ ഉത്തരവിട്ടിട്ടാണെന്ന് പറഞ്ഞാൽ അത് ശരി, അപ്പൊ നിങ്ങളാണോ ഇതിന് ഉത്തരവിട്ടത്, ഈ വൃത്തികളൊക്കെ ചെയ്യാൻ ഉള്ള പെർമിഷൻ കൊടുത്തത് നിങ്ങളാണോ എന്നുള്ള ചോദ്യം വരും. അപ്പൊ നിങ്ങൾക്ക് ആര് പെർമിഷൻ തന്നു? കാരണം ഇനി ഇതൊന്നും മറ്റേ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം പെല്ലറ്റ് ഉപയോഗിച്ച് ബ്ലൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ, അതുപോലെ ദേഹം മുഴുവൻ പരിക്കേറ്റ കുട്ടികൾ നിരോധിത പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുന്നതിന് ആര് നിർദ്ദേശം കൊടുത്തു? അത് ഡൽഹി പോലീസിന് ആരാധികാരം കൊടുത്തു, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് ആരാധികാരം കൊടുത്തു. ഇത് രണ്ടിന്റെയും ചുമതല കേന്ദ്രമന്ത്രിക്കാണ്. ഡൽഹി പോലീസിന്റെയും ചുമതല കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കാണ്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ്. അപ്പൊ കൊടുത്തു എന്ന് പറഞ്ഞാൽ തലവേദന. ഇനി കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാണ്? അപ്പൊ നിങ്ങൾ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് പിന്നെ എന്തിനിരിക്കണേ? നിങ്ങൾ കൊടുത്തില്ല. അപ്പൊ പിന്നെ നിങ്ങൾ അറിയാതെയാണ് ഇതൊക്കെ മുഴുവൻ, ഈ തോന്നിയാസം മുഴുവൻ ഇവര് ചെയ്തു കൂട്ടണം. അപ്പൊ പിന്നെ നിങ്ങൾ രാജിവെച്ച് പോകാൻ നോക്ക്. നിങ്ങൾ എന്തിനാണ്? ശരിയാണല്ല, രണ്ട് പറഞ്ഞാലും പ്രശ്നമാണ്, ത്രിശങ്കുവിലാണ്. അപ്പൊ അതുകൊണ്ടാണ് അമിത്ഷാ ഇതിന് എങ്ങനെ ഒരു മറുപടി എന്ത് ചെയ്യാം പറയാം. ഇനി ഞാൻ പറയണ അമിത്ഷായുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളു, നമ്മുടെ ആക്ട്രസ് ലെനയെ കാണുക, അതുപോലെ മറുപടി തട്ടി വിടുക. ഞാനല്ല ജുബയും ഷർട്ടും ധരിച്ച് ഒരാളെ അനുമതി കൊടുത്തിട്ട് പോയി എന്നാണ് തോന്നണെന്നൊക്കെ പറയാം. അപ്പൊ ആളുകൾക്ക്, രാഹുൽ ഗാന്ധിക്കും ബാക്കിയുള്ളവർക്കും തോന്നിയും എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ എന്നാ അവിടെ നിൽക്കട്ടെ എന്ന് വരും. അല്ലാതെ വേറെ എന്ത് മറുപടി പറയും? നിങ്ങളത് ആലോചിക്കണം. നമ്മളെ മാധ്യമങ്ങളൊക്കെ തന്നെ എന്തുകൊണ്ട് അമിത്ഷാ എത്തുന്നില്ല, അമിത്ഷാ വന്ന് മറുപടി പറയണ്ടേ? എന്ത് മറുപടി പറയുന്നതേ? പെല്ലറ്റ് ഉപയോഗിച്ചു എന്നുള്ളത് എന്ത് ചെയ്തു? കോടതിയിൽ പോലും തെളിഞ്ഞു. കാഴ്ചശക്തി പോയി എന്ന് തെളിഞ്ഞു. ബീഹാറിൽ AK-47 ഉപയോഗിച്ചെന്ന് തെളിഞ്ഞു. വളരെ മോശപ്പെട്ട രീതിയിലാണ് ഈ സമരത്തെ നേരിട്ടതെന്ന് RSS കൂടി പറഞ്ഞു. ഇത് ന്യായയുക്തവും നീതിയുക്തവുമായിട്ടുള്ള ഒരു സമരമായിരുന്നു എന്നുള്ളത് പറഞ്ഞു. ഇനി RSS ഇങ്ങനെ പറഞ്ഞില്ലെന്ന് ലോക്സഭയിൽ ചോദിക്കുമ്പോൾ പറയാ അതൊക്കെ അവന്മാര് പല പൊട്ടത്തരം പറയുമെന്ന് പറയാൻ പറ്റുമോ?
ഇല്ല. ഇല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവത് പറഞ്ഞേക്കുന്ന കാര്യത്തെ കുറിച്ച് മറ്റേ അഭിജിത് ദീപ് പറഞ്ഞേക്കണേ ഈ കാര്യം നിങ്ങളൊന്ന് മോദിയുടെ അടുത്തും മറ്റേ ഇവരുടെ അടുത്തും പറയുന്നതാണ്. ഏത് ഉം. ഈ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളോട് പറഞ്ഞത് ഇത് പെട്ടു, സത്യം. മനസ്സിലായ? ഇനി ഇത് രണ്ടും അല്ലാത്ത എന്ത് മറുപടി ഉള്ളത്? അതെ, ഇനി എന്തായിരിക്കും എനിക്കൊന്നും ചെയ്യാ? ഓർമ്മയില്ലെന്ന് പറയേണ്ടി വരും. CJP എനിക്ക് ശരിക്കും പറഞ്ഞാൽ CJP പ്രൊട്ടസ്റ്റ് എനിക്കൊന്നും സത്യം പറയട്ടെ എനിക്കൊന്നും ഓർമ്മയില്ല. കുറെ ആളുകളായിട്ട് എനിക്ക് അപ്പോഴും പ്രശ്നമാണ്. അങ്ങനെ ഓർമ്മയില്ലാത്ത ഒരാളെ ഇവിടെ ഇരുത്താൻ പറ്റും? അതെ. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പിനായിട്ട് ഇരുത്താൻ പറ്റും? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോഴും രാജിവെക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനി ഈ പാർലമെന്റിൽ എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയിട്ട് അതിൽ എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായി പോയാൽ ഇന്ത്യയിലെ പഴയ സിറ്റുവേഷൻ അല്ല. പണ്ട് മണിപ്പൂരൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കൊന്നും വന്നിട്ട് വായി തോന്നി എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാം, ചോദിക്കാനൊന്നുമില്ല. ഇതിപ്പോ ഒന്നും കൂടി താങ്കൾ ആലോചിക്കുന്നുണ്ട്. അടുത്തൊരു കാര്യം കൂടി ഉണ്ട്, ഒരു പോയിന്റ് കൂടി, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സൂര്യകാന്ത് എന്ന് പറയുന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വെറുതെ ഒരു അഭിപ്രായം പറഞ്ഞാണ്. എന്ത് ഒരാവശ്യമില്ലാതെ ഒരു ബ്ലാബ്ല അടിച്ചു പോയതാണ് എന്ത് ഈ തലവേദനയായി മാറിയത്. എന്നിട്ട് ലാസ്റ്റ് അത് തന്നെ സുപ്രീം കോടതി കിടക്കാൻ വീഴേണ്ടി വന്നു. കാരണം സുപ്രീം കോടതിയുടെ മുമ്പിലേക്ക് ഈ മറ്റേ കുട്ടികളെ തല്ലുന്നതും അതുപോലെ തന്നെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ കാണിച്ചു ഇതൊന്നും കാണാൻ ഞങ്ങൾക്ക് നേരമില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും കൂടി ആളി കത്തിച്ച് ലാസ്റ്റ് ഇപ്പൊ എന്ന് വെച്ചാൽ സുപ്രീം കോടതി തന്നെ ഇത് നിങ്ങൾ ചെയ്ത രീതി ശരിയായില്ല എന്നൊക്കെ പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. അപ്പ ഈ പ്രസ്താവന എന്ന് പറയുന്നത് രീതിതല മൂർച്ചയുള്ള വാളാണ്. അതായത് ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം, ഏത് കോക്രോച്ച് കേക്രോച്ച് എന്നൊക്കെ പറഞ്ഞു പോയ പോലെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വാക്ക് പറഞ്ഞതിൽ നിന്നാണ് ഇത്രയും വലിയ തലവേദന ഉണ്ടായത്. ഞങ്ങൾ കോക്രോച്ചുകളാണെന്ന് പറഞ്ഞു വന്നത്. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പ്രൊവോക്കേഷൻ ഉണ്ടായി. ഇപ്പൊ തൽക്കാലത്തേക്ക് മറ്റേ JP നഡ്ഡയും മറ്റേ നമ്മുടെ ജിതേന്ദ്ര പ്രസാദും കൂടി നേരിട്ട് ചെന്ന് സോനം വാങ്ചുക്കിനെ കണ്ട് കൈയും കാലും ഒക്കെ പിടിച്ച് നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് ഒരു കണക്കിന് ആ സംഭവം എന്ത് ചെയ്തേ ഉള്ളു, ചോദിച്ചേളൂ. അത് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിയൊക്കെ തന്നെ രാത്രി 12 മണിക്ക് വന്ന് എന്ത് ചെയ്ത് മറ്റേ ഞാൻ നിങ്ങളുടെ ഒപ്പമാണ്, ഇത് കൊയ് മാമൂൽ വിഷയം നഹി ഹേ, ഇത് സീരിയസ് ആയിട്ടുള്ള വിഷയമാണ്, ഞാൻ നേരത്തെ പറഞ്ഞാണ് നിങ്ങൾ കേട്ടില്ല എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ വേറെ ആരും പ്രധാനമന്ത്രിയാണ് നമ്മൾ വിചാരിക്കും. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ ഒപ്പമാണ് കാരണം ഏജൻസികളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് പുള്ളി ഒന്ന് അടുത്തൊരു കാര്യം കൂടി നടത്തി, അത് ഓർക്കണ്ട. കുട്ടികൾ കുറെ മോശമായിട്ടൊക്കെ പറഞ്ഞു, ഇത് ഇന്ത്യയുടെ കൾച്ചറൽ ഷോക്കായിരുന്നു, പക്ഷെ ഞാൻ അവരോട് എല്ലാം വിശാല ഹൃദയനായിട്ടുള്ള ആശാൻ ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞു. ഓർക്കണ്ട? എല്ലാവരും ക്ഷമിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ഒരു കണക്കിന് ഇങ്ങനെ എന്ത് ചെയ്തു നമ്മള് മറ്റേ ഇങ്ങനെ പറയില്ലേ, ഇപ്പൊ ചീട്ടൊക്കെ കൊണ്ട് നമ്മളൊരു കൊട്ടാരം പണിതുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഉണ്ടായില്ലേ, ഊതരുത് എന്നൊക്കെ പറയില്ലേ. അതായത് അകത്തേക്ക് ശ്വാസം വിട്ടാൽ പോലും സാധനം അങ്ങനെ വെച്ചേക്കണേ. അപ്പോഴാണ് നിങ്ങൾ പറയണത് എന്ത് വന്ന് പ്രസ്താവന എടുത്തത്. എന്ത് പ്രസ്താവന എടുത്തത്? സത്യം പറഞ്ഞ ഒറ്റ പ്രസ്താവന ഇതിന്റെ മുമ്പിൽ നടത്താനുള്ളൂ. ഞാൻ പറയണ നമ്മുടെ ഇല്ല ലെനനെ വിളിക്കുക, ലെനയുടെ പ്രസ്താവന എഴുതിയെടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക അവിടെ വായിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്ന് പെട്ടെന്ന് ഒരാൾക്ക് എന്ത് ചെയ്യില്ല. അല്ലെങ്കിൽ നമ്മുടെ പേടി മാണിനെങ്കിലും വിളിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറെ വിളിക്കുക, എന്നിട്ട് അവര് മറ്റേ ജൻസിക്കാർ ഉപദേശിച്ചില്ല അതുപോലെ ഒരു പ്രസ്താവന എന്ത് ചെയ്യുക. അതിന്റെ ഗുണം എന്ന് വെച്ചാൽ 2 ദിവസം എടുക്കും എന്താണെന്ന് അത് ഡീകോഡ് ചെയ്തെടുക്കാൻ. ഇഫ് യു ഹേർട്ട് ദെൻ യു ജസ്റ്റ് ഗോ ബാക്ക് ഹോം, വീട്ടിലേക്ക് പോകൂ, ഇതാണ് നല്ലത്, നമ്മൾ അത് നല്ലതാണ് ഇത് നല്ലതാണെന്നൊക്കെ എന്ത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ പക്ഷേ രാഹുൽ ഈശ്വരെങ്കിലും വിളിക്കാം. അപ്പൊ ഇതും നല്ലതാണ്, ജൻസികളും നല്ലതാണ്, ഇപ്പുറത്തും നല്ലതാണ്, RSS നല്ലതാണ്, സംഘപരിവാറും നല്ലതാണ്, അമിത്ഷായും നല്ലതാണ്, മമ്മൂട്ടി നല്ലതാണ്, മോഹൻലാലും നല്ലതാണ്, കുഞ്ചാക്കോലും നല്ലതാണ് എന്നൊക്കെ പറയുമ്പോ ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റു. പക്ഷേ പുറത്ത് ഇത് മതി പ്രശ്നവും എന്ത് ചെയ്യാൻ. അല്ല സാർ, ഇനിയിപ്പോ എങ്ങനെയായിരിക്കും അമിത്ഷാ ഇതിനെ എന്തായാലും സഭയിൽ വന്നേ പറ്റൂ. അതാണ് ഞാനും ക്യൂരിയോസിറ്റിയോട് കാത്തിരിക്കണം. കാരണം വെച്ചാൽ ഇത് സാധാരണ കളിയല്ല. ഈ ട്രപ്പീസ് ഈ മറ്റേ നമ്മള് സർക്കസിലൊക്കെ മറ്റേ ഇങ്ങനെ മറ്റേ ഇതുണ്ടാവൂലേ, അതായത് മറ്റേ കയറി തൂങ്ങി ഇങ്ങനെ വന്നിട്ട് അപ്പുറത്തേക്ക് പിടിക്കും അപ്പുറത്തേക്ക് പിടിക്കും അപ്പുറത്തേക്ക് പിടിക്കും. അതുപോലെ ഇതൊരു കൈവിട്ട പിടുത്തമാണ്. പിന്നെ അവിടെ കുഴപ്പമില്ല, താഴെ നെറ്റ് ഉണ്ട്, ആ നെറ്റിലേക്ക് എന്ത് ചെയ്യാം വീഴാം. പക്ഷെ എങ്കിലും നമ്മളവരെ അതിശയിപ്പിക്കുമല്ലോ. സത്യത്തിൽ അങ്ങനെ പ്രിയപ്പെട്ട അമിത്ഷാ അദ്ദേഹം ഭയങ്കര തന്ത്രശാലിയാണ്. അതുകൊണ്ട് എങ്ങനെ അതിശയിപ്പിക്കും എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇരിക്കുന്നത്. പിന്നെ എനിക്കിതിനൊരു വഴിയുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ പുള്ളി വന്നിട്ട് പറയാ, ഞാൻ എന്നോട് പോലീസുകൾ നടത്തിയിട്ടുള്ള ഇൻപുട്ടുകൾ പ്രകാരം പുള്ളിക്ക് ഇതിന് രക്ഷപ്പെടാൻ ഒരു ഗംഭീര വഴിയുണ്ട്. അത് ഞാൻ പറയേണ്ടെന്ന് വെച്ചാണ് ഇതില്. പിന്നെ താങ്കൾ എന്നോട് ഇത് പറയിപ്പിക്കണോണ്ട് ഞാൻ പറയാം. ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയേണ്ട ഒരു വാചകം എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് നാളെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് കൂടും.
പുള്ളി ഇപ്പൊ മോദി പറഞ്ഞുകൊണ്ടിരിക്കണം നിങ്ങളൊക്കെ ഇതുപോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഇടുന്നതാണ് എല്ലാ മന്ത്രിമാരോടും. ഉം. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ എല്ലാവരും കൂടി ഇട്ട് അവരുടെ എല്ലാവരും പ്രീതി പിടിച്ചിടണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പുള്ളി ഞെട്ടി പ്രതിപക്ഷം തകർന്ന് തരിപ്പണമായി പോകുന്ന ഒരൊറ്റ വാചകമുള്ളൂ. അതെന്ന് വെച്ചാൽ വരിക, പ്രസ്താവന വായിക്കുക, വായിച്ചിട്ട് എന്ത് ചെയ്യുക, ജെൻസി കുട്ടികളോട് എല്ലാവരോടും പുതിയ കുട്ടികളോട് എല്ലാവരോടും എന്റെ കണ്ണു തുറപ്പിച്ചതിന് ഞാൻ അവർക്ക് നന്ദി പറയുന്നു എന്ന് പറയും. അപ്പൊ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെയും IB എന്നും ബാക്കിയുള്ളതും നോക്കുക, ചില ഉദ്യോഗസ്ഥർ എനിക്ക് റിപ്പോർട്ട് തന്ന പ്രകാരം നിങ്ങളെ കർക്കശമായി നേരിടണം എന്നുള്ള ഉത്തരവ് ഞാൻ കൊടുത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആ ഇൻപുട്ടുകളിൽ ചില പാളിച്ചകൾ പറ്റിയിരുന്നു എന്നുള്ളത് ഗവൺമെന്റ് ഉം. സമ്മതിക്കുന്നു എന്ന് പറയേണ്ടി വരും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്താ വെച്ചാൽ ഈ തലവേദന ഇവിടെ കൊണ്ട് തീരും. തീരും. മനസ്സിലായി? തൽക്കാലത്തേക്ക് 2029 വരെ പതുക്കെയൊക്കെ ഓടിക്കാനുള്ള ഒരു മെഷീനറി എന്ത് ചെയ്യും, ഉണ്ടാവും. കിട്ടും. കൂട്ടത്തിൽ എന്ത് ചെയ്യുക, അഭിജിത് ദീപ്കേനെയും മറ്റേ കുറച്ച് 10-50 പേരെയും എന്ത് ചെയ്യുക, ഒരു ഡിന്നർ മീറ്റിനോ ബാക്കിയുള്ളതിനോ ക്ഷണിക്കുന്നു. എന്നിട്ട് അവരുടെ അടുത്തുനിന്ന് കൂടി ഞങ്ങൾ നന്ദൻ നിലേക്കാനെയും മറ്റേ നമ്മുടെ ഗോമൂത്രം കുടിച്ച പനി മാറുമെന്ന് പറഞ്ഞ IIT ചെന്നൈ ഡയറക്ടറും ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ കൂടെ അഭിപ്രായം എടുക്കാൻ ഉം. പോകുന്നു. അപ്പൊ നമ്മൾ ഏറ്റവും കരുത്തുറ്റ ഒരു സംവിധാനം തന്നെ കൊണ്ടുവരും. ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് ഈ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരോടും. ഡോൺ വറി, ബിൽക്കുൽ ടീക്ക് ഹേ, ഒന്നും പേടിക്കാനില്ല, ഞങ്ങളെല്ലാം റെഡിയാക്കും എന്ന് പറയാ. ഇതിൽ ഇങ്ങനെ ആരെങ്കിലും മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ കടുത്ത നടപടികൾ ഉം. ഉണ്ടാകും എന്ന് പറയാ. ഓക്കെ, ഞാൻ അങ്ങനെ അല്ലെങ്കിൽ പുള്ളി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പെരുമാറാനൊന്നും നിർദ്ദേശം കൊടുത്തിരുന്നില്ല, ആണി വെച്ച പെല്ലറ്റ് കണ്ണ് ഉപയോഗിക്കാനൊന്നും നിർദ്ദേശം കൊടുത്തിരുന്നില്ല. പക്ഷെ അത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്ത് കർശന നടപടി എടുക്കുമെന്ന് പറയാ. ഒരു പടി കൂടി കിടന്ന് ഒരു 5-8 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുക. ഉം. ഏത് ഓക്കെ. താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ അവരൊക്കെ ഇവർക്ക് ഒരു PR വർക്കിന് വേണ്ടി കുറച്ച് ദിവസം മാറി നിന്നാലും പ്രശ്നമൊന്നുമില്ലല്ലോ. അവരോട് വിളിച്ച് പറഞ്ഞാൽ മതി എന്തെന്ന്. തൽക്കാലത്തേക്ക് ഒരു 1-2 മാസം എന്ത് ചെയ്യും, അത് കഴിയുമ്പോ തിരിച്ചു വരാം. നിങ്ങൾ അല്ലെങ്കിൽ കോടതി കൊണ്ട് കേസ് കൊടുക്കുക, അപ്പൊ നിങ്ങളല്ലെന്ന് നമ്മൾ അവിടെ പറയാം, എന്നിട്ട് തോറ്റു കൊടുക്കുക, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കേറാം. വഴി പലതുണ്ട്. ഇതിപ്പോ ഒരു വഴി ഞാൻ പറയുന്നല്ലേ, ഇനി വേറെ വഴികളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എന്നെ നിങ്ങൾ എന്ത് ചെയ്യും, എടുക്കൂ, എന്ത് ചെയ്യും. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വരനെ, പക്ഷെ അതൊക്കെ ടെമ്പററി ആണ്. കാരണം 3 ദിവസം കൊണ്ടെങ്കിലും ഡീകോഡ് ചെയ്തെടുക്കും. പേളിമാരുടെ ഒക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും. ഉം. ആ പേളിമാരുടെ ഒക്കെ അവസ്ഥ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഏതോ ഫുട്ബോൾ മത്സരത്തിലൊക്കെ പോണ്ടേ, പാവം ഇങ്ങനെ കൈ കൊട്ടിയിട്ട് ഒരു മനുഷ്യൻ ഉം. മൈൻഡ് ചെയ്യല്ല, കൈയൊക്കെ അങ്ങോട്ട് നിന്ന് പിടിച്ചു കുലുക്കണ്ട ആരുടെയൊക്കെ. അപ്പൊ അവരെ കൊടുക്കാനുള്ളത് ഇങ്ങനെ കാണിക്കണം, കൈ ഇങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇത് പ്രശ്നമാണ്. യഥാർത്ഥത്തില് രക്ഷപ്പെടാനുള്ള ഏക വഴി ഇത് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നാളെ അമിത്ഷായുടെയും എന്ത് ചെയ്യും, ഗ്രാഫ് ഉയരും. ആരെ വാ കലക്കി എന്ന് എന്ത് ചെയ്യേണ്ടി വരും. പ്രതിപക്ഷമാണെങ്കിൽ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി ഇരിക്കണേ. പിന്നെ ഇതില് ഒരു കാര്യം കൂടി പറയാം, അത് വിട്ടുപോയി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിരൺ റിജിജു പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരും തന്നെ, പുള്ളി വരും, പുള്ളി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നടുങ്ങും. ഭീകരരൊക്കെ തന്നെ അമിത്ഷായുടെ പേര് കേട്ടാൽ നടുങ്ങി വിറക്കുന്ന ഒരാളാണ്. അപ്പൊ ഇവര് കാണാത്ത ആളൊന്നും അല്ലല്ലോ, പുള്ളി ഡെയിലി വന്നോട്ടിരുന്നതല്ലേ, അപ്പൊ ആളാണ്. അപ്പൊ പുള്ളി വരും, പക്ഷെ നിങ്ങൾ ആരും മിണ്ടാതിരുന്നത് കേൾക്കണം. പിന്നെ ഭാഗ്യത്തിന് ചിരിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടില്ല. പണ്ട് മറ്റേ സന്ദേശ സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഊണ് കഴിക്കാം, പക്ഷെ അവൻ എന്നെ നോക്കി ചിരിക്കരുതെന്ന് പറയുന്നുണ്ട്. ഏത് ജയറാം എന്ത് ചെയ്യരുത്, കളിയാക്കി അങ്ങനെ പുള്ളി പറഞ്ഞിട്ടില്ലെന്ന് മാത്രം. പക്ഷെ ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് പുള്ളി ചെയ്താൽ പുള്ളിയുടെ ഗ്രാഫ് ശരിക്കും പറഞ്ഞാൽ മോദിനേക്കാൾ മോളിൽ പോകും. സത്യത്തിൽ അത് അമിത്ഷാ ചെയ്യേണ്ട ആവശ്യം പുള്ളിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഉണ്ട്. കാരണം അടുത്ത സീറ്റ് പുള്ളിക്ക് മോദി അല്ല വീണ്ടും ഭരണത്തിലേറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അമിത്ഷാ ആയിരിക്കുമെന്ന് പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാൾ. അതുകൊണ്ട് ഈ ചാൻസ് കളയണ്ട. കൂട്ടത്തിൽ ഈ അഡ്വൈസ് തൽക്കാലം ഫ്രീ ആണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്നെ പെർമനന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യും.